ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കോഴിക്കോട് ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാണ് അതിൻ്റെ വിളിച്ചിട്ടുള്ള പേര്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന സംഭവമാണ്. ഒന്നാമത് മഴക്കാലമാണ്, കുളങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ തോടുകൾ നിറഞ്ഞിട്ടുണ്ടാവും, പുഴകളൊക്കെ ഉണ്ടാവും, നമ്മൾ കുളിക്കാൻ പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുളങ്ങളും കാര്യങ്ങളൊക്കെ തേടി പോകുമ്പോൾ ഒഴുക്കുള്ള കുളങ്ങളാണോ, അല്ലെങ്കിൽ നല്ല നല്ല വെള്ളമുള്ള, അതോടൊപ്പം തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓവറായി വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന സംവിധാനങ്ങളുള്ള കുളങ്ങളാണോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ കുളം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പറപ്പൂർ പാറമ്മൽ കുളമാണ്. നമ്മൾ സ്ഥിരം കുളിക്കാൻ പോകുന്നതാണ്. ഇത് ആരുമില്ലാത്തപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? എല്ലാവരും ഉള്ളപ്പോഴും കാണാം ഒരുപാട്. കാരണം ശനി ഞായറൊന്നും അങ്ങോട്ട് നോക്കിയേ വേണ്ട, അമ്മാതിരി ആളുകളായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എടുത്ത ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ മക്കളും എല്ലാ പേരമക്കളും കുട്ടികളും എല്ലാവരും കുളിക്കാൻ പോകും. ഇപ്പോൾ കുളിക്കാൻ പോകുന്നവർ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഇവിടെ വെള്ളം വന്ന് ചേരുന്നത് എന്നുള്ളത്. ഇതാ മെയിനായിട്ട് ഇതാ ഈ ഒരു ഹോളിലൂടെയാണ് ഈ ഒരു കുളത്തേക്ക് വെള്ളം വരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ആ കാണുന്ന ആ ഓരോ ഹോളിലൂടെ അപ്പുറത്ത് കാണുന്ന പാടത്തേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴുകി പോകുന്നത് കൊണ്ട് ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് കുളിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ആ ഒരു കുളത്തിൻ്റെ ചുറ്റുപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വൃത്തിയുണ്ടോ ശുദ്ധിയുണ്ടോ. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ആ ഒരു അസുഖം വരുന്നത് മൂക്കിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് വെള്ളം കയറി ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ഒരു തരം അണുക്കളാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ വാർത്താമാധ്യമങ്ങളൊക്കെ കേട്ടതുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, മൺസൂണാണ്. മക്കളെ പേരമക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കേട്ടിടത്തോളം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നൊരു അസുഖത്തിൻ്റെ അവസ്ഥയാണ്. നല്ല വേദന ഉണ്ടാവുമെന്നാണ് അറിഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മൾ ആ ഒരു കുളമൊക്കെ കാണുമ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ് നമുക്കവിടെ അത് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതുപോലെ കുളങ്ങളിലൊക്കെ പോകുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക. ഞാനും പോകാറുണ്ട്, എൻ്റെ കുട്ടികളായിട്ട് പോകാറുണ്ട്. ഞങ്ങളെല്ലാവരും നീന്തൽ പഠിക്കാത്തവർക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കലുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ എൻ്റെ വിലപ്പെട്ട ഈ ഒരു ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഒഴുക്കുള്ള വെള്ളങ്ങളിൽ മാത്രം ഇറങ്ങി കുളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.